ഞങ്ങളുടെ പാർട്ടിക്കകത്തെ അധികാരമുഖികളും വിമതന്മാരും പാർട്ടിക്കെതിരെ നല്ലപോലെ പണിയുകയും ചെയ്തു. അപ്പം CPM-ൻ്റെ വോട്ട് എവിടെ പോയി? അത് തടഞ്ഞു നിർത്താൻ എന്തുകൊണ്ട് ഏരിയാസൊക്കെ കഴിഞ്ഞില്ല? യാതൊരു കമ്മ്യൂണിസ്റ്റ് ബോധവും ഇല്ല, രാഷ്ട്രീയ ധാരണയില്ല. അച്ഛനെയും അമ്മയും കണ്ടാലൊക്കെ അറിയാം, അത് കൂടുതൽ പരിസര ബോധവും ഇല്ലാത്ത ആളാണ്. പാർട്ടി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണെങ്കിലും പാർട്ടി പ്രവർത്തനം സംബന്ധിച്ചാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിക്കാണ് പരാതി തരേണ്ടത്. കോൺഗ്രസ് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. CPM-ലല്ലേ ഇപ്പോൾ വിവാഹിത ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ശബരിമല വിഷയത്തിൽ തന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ CPM-ന് ആരോപണം ഒഴിവാകാമായിരുന്നു. ഈ അടൂർ പ്രകാശായാലും മറ്റവരായാലും അവർ പോറ്റിമാർ ശബരിമല തന്ത്രിയും പോറ്റിയൊക്കെ സമീപിക്കുമ്പോൾ അവരെ കാണണ്ടെന്ന് പറയാനൊക്കത്തില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ കണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ല ശബരിമലയിലെ സ്വർണം മോഷണവും ഇതുമായിട്ട് ബന്ധമില്ല. പണം നഷ്ടമായെന്ന് പറയുമ്പം അതിനും നാട്ടുകാർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുകയും LDF-ന് എന്നാൽ വോട്ട് നിലയിൽ അല്ലെങ്കിൽ ഭരണം വരെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി വന്നതോടെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വിവാദങ്ങളൊക്കെ തലയുയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ മെഴുവേലി പഞ്ചായത്ത് ഭരണം നഷ്ടമായിരിക്കുന്നു. അതേ തുടർന്ന് ആ മെഴുവേലി പഞ്ചായത്തിൽ മത്സരിച്ച മുൻ MLA കൂടിയായ ശ്രീ KC രാജഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ ഭരണം പ്രകടനം മോശമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. LDF-ൻ്റെ അടിത്തറയൊന്നും തകർന്നിട്ടില്ല. പിന്നെ ശബരിമല വിഷയത്തിൽ തന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ CPM-ന് ഈ ആരോപണം ഒഴിവാകാമായിരുന്നു. അതാണ് എൻ്റെ ഒരു കാരണം. പിന്നെ ഞാൻ ഈ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായതോടുകൂടി ഞങ്ങളുടെ പാർട്ടി സഭയ്ക്ക് വലിയ ആവേശവും ആഹ്ലാദം ഉണ്ടായത് അവരെ മടിയന്മാരാക്കിയിട്ടുണ്ട്. ആ തക്കം നോക്കി ഞങ്ങളുടെ പാർട്ടിക്കകത്തെ അധികാരമുഖികളും വിമതന്മാരും പാർട്ടിക്കെതിരെ നല്ലപോലെ പണിയുകയും ചെയ്തു. ഇതൊന്നും കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു ഏരിയ സെക്രട്ടറിയാണ്. പുള്ളിക്ക് ഒരു സാമൂഹ്യ ബോധവും യാതൊന്നുമില്ല. VS ഗ്രൂപ്പ് എന്ന നിലയിൽ ഞാനും അദ്ദേഹവും കൂടെയൊക്കെ കൊണ്ടുപിടിച്ച് ഞാനുണ്ടാക്കിയ ഒരു ഏരിയ സെക്രട്ടറിയാണ്. അത് പുള്ളിക്ക് യാതൊരു കമ്മ്യൂണിസ്റ്റ് ബോധവും ഇല്ല, രാഷ്ട്രീയ ധാരണയില്ല. അച്ഛനെയും അമ്മയും കണ്ടാലൊക്കെ അറിയാം, അത് കൂടുതൽ പരിസര ബോധവും ഇല്ലാത്ത ആളാണ്. എങ്ങനെയാണ് മെഴുവേലി ഉണ്ടായത്, എങ്ങനെയാണ് മെഴുവേലി രാഷ്ട്രീയത്വം എന്ന് അദ്ദേഹത്തിന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരു ഏരിയ സെക്രട്ടറി ആയതുകൊണ്ട് ഈ അവസരവാദികൾക്കും സമ്പന്നന്മാർക്ക് ഒക്കെ വിളയാടാൻ ഒരു കാരണമായി. എന്നെ കാര്യമായി തിരഞ്ഞെടുപ്പ് വർക്കിനകത്ത് വാർഡിലോ മറ്റു വാർഡിലോ കുടുംബയോഗത്തിനോ ഒന്നും പങ്കെടുപ്പിച്ചുമില്ല. ഇതാണ് പരാജയത്തിൻ്റെ കാരണം. ശബരിമലയുണ്ട്, അത് പത്മാവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ആകുന്ന കാര്യമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് തലേദിവസം ഞാനും പത്മാവനും കൂടെ കമ്മിറ്റിയിലൊക്കെ എത്രയോ കാലമായിരിക്കുന്ന ഒരു പടവും അങ്ങനെ ഇവിടുത്തെ മുഴുവൻ SNDP മേഖലയാണ് എലംതിട്ട ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു. അങ്ങനെ വിശ്വാസിയുടെ കുറേ വോട്ട് പോയിട്ടുണ്ട്. വിശ്വാസിയുടെ വോട്ട് പോയപ്പോഴും തന്നെ 112 വോട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ഇവിടെ ഭൂരിപക്ഷമുണ്ട്. ഈ വാർഡിൽ നിന്ന് മത്സരിച്ച ഈ വാർഡുകാരിയായ അവരുടെ വീട്ടിൽ 5 വോട്ടുള്ള ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് 22 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളൂ. അപ്പം CPM-ൻ്റെ വോട്ട് എവിടെ പോയി? അത് തടഞ്ഞു നിർത്താൻ എന്തുകൊണ്ട് ഏരിയ സെക്രട്ടറി കഴിഞ്ഞില്ല? എൻ്റെ വാർഡിൽ അദ്ദേഹം ഒരു കമ്മിറ്റിക്ക് പോലും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഐസക് സാവും വീണായോടും എല്ലാം എൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു പൊതുചരിത്രം മെഴുവേലി എഴുതുമെന്നും പറഞ്ഞ് വാനോളം പൊഴിച്ചപ്പോൾ നല്ലപോലെ
CPM എടുത്ത ഫണ്ട് ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും എത്തുകയും ചെയ്തു. നമ്മൾ വിചാരിച്ച BJP ഫണ്ടായിരിക്കുന്ന BJP കൂടെ പർച്ചേസ്. എൻ്റെ വാർഡിൽ 100-ലധികം വോട്ട് BJP കിട്ടണ്ട. അത് 37 വോട്ടോ 30-നും 40-നും ഇടയ്ക്കുള്ള വോട്ടിലായി ചുരുങ്ങി. അങ്ങയുടെ ജയസാധ്യത എങ്ങനെയാണ് ഉണ്ടായത്? നിഷ്പക്ഷമതികളും വികസന താല്പര്യമുള്ളവരും വായിക്കുന്നവരും പഠിക്കുന്നവരും എനിക്ക് വോട്ട് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഒരു പക്ഷേ തോറ്റൊന്നും ഇരിക്കാം. ഒരു പരാമർശം ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ വോട്ട് കൂടി തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ്സിന് ഈ വാർഡിൽ അധികം വോട്ടില്ല. കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന പലരുടെയും വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് ചില മുദ്രവിത്തല്ലേ ആ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭരണം നഷ്ടമായത് ഒരു വലിയ ഇത് തന്നെയാണ്. ഭരണം നഷ്ടമായെന്ന് പറയുമ്പം അതിനും നാട്ടുകാരനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം നൂതനമായ പുതിയ ആശയങ്ങൾ നടപ്പാക്കിയ ഒരു പഞ്ചായത്ത് നിലയിൽ എന്നും ഞാനും ഞങ്ങളുടെ പാർട്ടിയും പാവപ്പെട്ടവന് വേണ്ടി എങ്ങനെയൊക്കെ ഫണ്ട് സ്വരൂപിച്ച് കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കാം. അത് ജനകീയത്തിൻ്റെ കാലത്തായാലും ഏത് കാലത്തായാലും ഇപ്പോൾ SC മൈക്രോ പ്ലാൻ അടക്കം. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത പരിപാടി SC അല്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള പരിപാടി അടക്കം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഞങ്ങൾ ആവിഷ്കരിച്ചത്. അതൊക്കെ തരണം ചെയ്ത് ഇനിയും സർക്കാർ ഭരണം, സർക്കാർ അജണ്ട, സർക്കാർ പറയുന്ന പോലെ ഭരണം നടത്തി അലവൻസും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കമ്മിറ്റിയായി. അല്ലാതെ പോകാൻ ഇവർക്ക് കഴിയത്തില്ല. ഇവർക്ക് അങ്ങനെ ഒരു പ്രതിബദ്ധതയില്ല. ആരോടുണ്ട് പ്രതിബദ്ധത? അവർ കാശ് കൊടുത്തിട്ടാ എല്ലാം ജയിച്ച ഒരാളിനോടും പ്രതിബദ്ധതയില്ല. പ്രതിബദ്ധതയില്ലാത്തൊരു ഒരു വ്യക്തി എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായിട്ടാണ് പരാതി. പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല. ജില്ലാ കമ്മിറ്റി വരുന്ന ദിവസം ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കും. പരാതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഗൗരവത്തിലും, പരാതി കിട്ടിയില്ലെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്. പാർട്ടിയായി CPM മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂടുതാങ്ങികൾക്ക് പദവിയുള്ളൂ, ഇത് പാർട്ടിയെ നശിപ്പിക്കും. അത്തരത്തിലൊരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പ്രസ്താവനയാണ്. പക്ഷെ ഒരു കാര്യം തീർത്ത് ഞാൻ പറയാം, ഏത് പരാതി ഉണ്ടെങ്കിലും അത് പാർട്ടി ഫോറത്തിലാണ് അത് തരേണ്ടത്. പാർട്ടി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണെങ്കിലും പാർട്ടി പ്രവർത്തനം സംബന്ധിച്ചാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിക്കാണ് പരാതി തരേണ്ടത്. അത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി ബ്രാഞ്ചിലുള്ളവരാണെങ്കിലും ഏരിയ കമ്മിറ്റിക്കാരാണെങ്കിലും ജില്ലാ കമ്മിറ്റിക്കാരാണെങ്കിലും ഏത് ഘടകത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഘടകത്തിലോ തൊട്ടുപരി ഘടകത്തിലോ അവർക്ക് പരാതി നൽകാവുന്നതാണ്. ഇത് വളരെ ക്ലിയറായ, ഇത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്താണ് പ്രത്യേകമായി സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. KCR നടത്തിയത് ഒരു അച്ചടക്കലംഘനമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ? അത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഇത്തരം ഈ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശബരിമല വലിയ തിരിച്ചടിയായി നിൽക്കുമ്പോഴേ അതിലെന്തായിരിക്കും ഇനി തിരുത്തു വരാൻ പോകുന്നത്? പ്രത്യേകിച്ച് പത്തനംതിട്ട പോലൊരു സ്ഥലം. ശബരിമല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വാർഡ് BJPയുടെ പക്കൽ നിന്ന് ഇപ്പോ LDF അത് പിടിച്ചെടുത്തു. നറുക്കെടുപ്പിലല്ലേ? ഒരു വോട്ടിനാണെങ്കിലും നറുക്കെടുപ്പിലാണെന്നുണ്ടെങ്കിലും വിജയം തന്നെയാണ്. അതിനെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ കാണില്ല. കേരളത്തിൽ ധാരാളം സീറ്റുകളിൽ നറുക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ആ നറുക്കെടുത്ത ആളുകൾ ചെറുതാണെന്നും ചെറിയ ജനപ്രതിനിധികളാണെന്നും നറുക്കെടുക്കാതെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആള് വലിയ ജനപ്രതിനിധിയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് നിയമാനുസരണം ഉള്ള ഒരു നറുക്കെടുപ്പാണ് വാർഡ് നടന്നത്. ശബരിമല വാർഡ് LDF പിടിച്ചു എന്നുള്ളത്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് LDF തിളക്കമാർന്ന വിജയമാണ് നേടിയിട്ടുള്ളത്. നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ പിതൃസ്ഥാനീയം എന്ന് അറിയപ്പെടുന്ന പന്തളത്താണല്ലോ പലതിൻ്റെയും പുറപ്പാട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ പക്കൽ നിന്ന് വളരെ അഭിമാനപൂർവ്വമായിട്ടാണ് LDF ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ UDF വലിയ മുന്നേറ്റം നടത്തുകയും എന്നാൽ LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണം പലയിടങ്ങളിലും നഷ്ടമായി. പത്തനംതിട്ട ജില്ലാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ LDFിന് ഭരണം നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ DCC പ്രസിഡന്റായ സതീഷ് കൊച്ചുപറമ്പിൽ പ്രതികരിക്കുകയാണ്. നമ്മുടെ മെഴുവേലി പഞ്ചായത്ത് 8-ാം വാർഡിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൊണ്ടാണ് വിജയിച്ചതെന്നാണ് മുൻ MLA AC രാജഗോപാൽ പറയുന്നത്. അവിടെ പരാജയപ്പെട്ടത് കോൺഗ്രസിൻ്റെ തന്നെ ഏതാണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള KN രാധാചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദത്തിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മുൻ ബ്ലോക്ക് പ്രസിഡൻ്റാണ് രാധാചന്ദ്രനെ അവിടെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ പ്രവർത്തകരെല്ലാം ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അല്ലായിരുന്നു അവിടെ ഇരുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ കുറച്ച് വോട്ടിന് ജയിച്ചു. അല്ലാതെ ഞങ്ങളുടെ കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ട് കോൺഗ്രസ് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. CPMനല്ലേ ഇപ്പോൾ വിവാഹിതയുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന CPMലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഇതിനകത്ത് യാതൊരു കാര്യമില്ല. ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിക്കും ഇപ്പോൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയല്ലേ? സത്യത്തിൽ കോൺഗ്രസ് വെട്ടിലായില്ലേ അതോടെ? ഒരിക്കലും കോൺഗ്രസ് വെട്ടിയാകത്തില്ല. തെരഞ്ഞെടുപ്പ് ജയവും തോൽവിയും വരും. പല മേഖലയിൽ CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ സ്ഥലങ്ങളിൽ മെഴുവേലി പഞ്ചായത്തിൽ നമുക്ക് ഈ പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടി. അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ്. ആ വാർഡിലും കോൺഗ്രസ്സുകാർ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം മുൻ MLAയും CPMൻ്റെ നേതാവിൻ്റെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞെന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമ്മുടെ MP മാരെ സംബന്ധിച്ചാണ്. നമ്മുടെ 2 MP മാരെ ഇവിടെ ജില്ലയിൽ നിന്ന് 2 MP മാരുള്ളത് അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും. അപ്പോൾ ഇന്നലെ പാർലമെൻറ്റിന് മുമ്പിൽ അവർ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് ഒരു സമരം നടത്തുകയുണ്ടായി. അപ്പോൾ അതേ തുടർന്ന് ഇപ്പോൾ ഇടത് സൈബർ ഹാൻഡിൽ പ്രചരിപ്പിക്കുന്നത് ഈ പോറ്റിയെ അവിടെ കൊണ്ട് കയറ്റിയത് പഴയ UDF സർക്കാരിൻ്റെ കാലത്താണ്, ഈ അടൂർ പ്രകാശുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിലൊരു പ്രചാരണം സൈബർ ഹാൻഡിലുകളിലൂടെ നടക്കുന്നുണ്ട്. പോരായെങ്കിൽ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോസും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ഈ ജില്ലയുടെ DCC പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇതിനകത്ത് ഈ അടൂർ പ്രകാശായാലും മറ്റവരായാലും അവർ ഈ പോറ്റിമാർ ശബരിമല തന്ത്രിയും പോറ്റിയൊക്കെ സമീപിക്കുമ്പോൾ അവരെ കാണണ്ടെന്ന് പറയാനൊക്കത്തില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ കണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ല ശബരിമലയിലെ സ്വർണ്ണം മോഷണവും ഇതുമായിട്ട് ബന്ധമില്ല. അതിന് നേതൃത്വം കൊടുത്തത് വേറെ ചില ആളുകളാണല്ലോ. അവർ ഭാഗത്ത് കിടക്കുകയും സ്വർണ്ണം കട്ടതും സ്വർണ്ണം ചെമ്പാക്കിയ ആളുകൾ അതിൻ്റെ ഭരണസമിതിയിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളില്ലേ. അല്ല പോറ്റി കണ്ടു പരിചയപ്പെട്ടു. ഇപ്പോൾ എന്നെ കാണാൻ പല ആളുകൾ വരും, ചിലപ്പോൾ ജ്യോത്സ്യന്മാർ വരും, മന്ത്രിമാർ വരും. അവരെ കാണുമ്പോൾ സംസാരിക്കേണ്ട, അവർ ഫോട്ടോ എടുക്കാൻ പറയും. ഇപ്പോഴും ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓരോരുത്തരെ കാണുമ്പോൾ. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള ഫോട്ടോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഈ പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ 5 മണ്ഡലങ്ങളും UDFിൻ്റെ കൈവശം ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു വോട്ട് വിഹിതം നോക്കുമ്പോൾ നമുക്ക് എത്ര മണ്ഡലങ്ങളിൽ മുൻതൂക്കം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലത്തിലും ഭൂരിപക്ഷം UDFിനായിരുന്നു. പ്രത്യേകിച്ച് തിരുവല്ലയിലും റാന്നിയിലും അതോടൊപ്പം തന്നെ ആറന്മുളയിൽ കോന്നിയും അടൂരും അത്രയും വന്നില്ലെങ്കിലും ശക്തമായ ഇടതുപക്ഷത്തിന് ഇത്തിരിയുടെ സ്വാധീനമുള്ള മേഖലകളാണ്. പക്ഷേ ചിട്ടയായ പ്രവർത്തന അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റി സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കഴിയുമ്പോൾ ജയസാധ്യതയുള്ള ആളുകളൊക്കെ വരുമ്പോൾ തീർച്ചയായും അതിന് ജയസാധ്യതയുണ്ട്.